ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുന്നത്? സിംഗിൾ എവിക്ഷൻ ആണോ ഡബിൾ എവിക്ഷൻ ആണോ നടന്നത്? അഭിഷേക് ജയദീപ് പുറത്തു പോയോ? ഒത്തിരി വീഡിയോസിലൂടെ കാണുന്നുണ്ട് അഭിഷേക് ജയദീപ് പുറത്തു പോയി എന്ന്. എന്താണ് സത്യം? 100% കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്. അത് ഷെയർ ചെയ്യാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അഭിഷേക് ജയദീപ് എവിക്റ്റ് ആയോ ഇല്ലയോ? ഒത്തിരി വീഡിയോസ് ഇന്നലെ രാത്രി മുതൽ കാണുന്നുണ്ട്. അഭിഷേക് ജയദീപ് എവിക്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു, എവിക്റ്റ് ആയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഞാൻ അറിഞ്ഞില്ല, അറിയുവാണെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ പറയാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ കുറച്ച് നേരം മുമ്പാണ് അറിഞ്ഞത് അഭിഷേക് ജയദീപ് എവിക്റ്റ് ആയിരിക്കുകയാണ്. സാധാരണ നിങ്ങൾക്കറിയാം, എല്ലാ ശനിയാഴ്ചയും ഷൂട്ട് കഴിയുന്ന ആ സമയത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇന്ന ആൾ എവിക്റ്റ് ആയി, ഉറപ്പാണ് ഇന്ന ആൾ തന്നെയാണ് എന്നെല്ലാം ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ആഴ്ച എനിക്ക് കിട്ടിയില്ല, ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അഭിഷേക് ജയദീപ് എവിക്റ്റ് ആയി എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊരു ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആണോ അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നന്ദന, റസ്മിൻ, അഭിഷേക് ജയദീപ് ഇവർ മൂന്നും ഒരേ വേയിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു, ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു ഇവർ 3 പേര്. അപ്പോൾ ഇവർ 3 പേരിൽ ആര് പോയി കഴിഞ്ഞാലും അത് നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. പക്ഷേ ജയദീപിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം റസ്മിനും നന്ദനയും അവിടെ എന്ത് ചെയ്തു എന്നൊരു ക്വസ്റ്റ്യൻ വരും. പക്ഷേ അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതേ ചെറിയ ചെറിയ കാര്യങ്ങൾ അഭിഷേകും ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച അഭിഷേക് ഒന്ന് കുതിച്ച് കയറിയതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, 12 മണി വരെ മാത്രമല്ലേ വോട്ടിംഗ് ഉള്ളൂ. അപ്പോൾ പിന്നെ ആ ഒരു കുതിക്കലിന് ഇനിയിപ്പോൾ കാര്യമില്ല. അങ്ങനെ അഭിഷേക് എവിക്റ്റ് ആയിരിക്കുകയാണെന്നാണ്. അപ്പോൾ ഒരു അൺഫെയർ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. പക്ഷേ കമ്പയർഡ് ടു ദ അതർ 2 പ്ലെയേഴ്സ് എന്തെങ്കിലുമൊക്കെ ഇച്ചിരിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ലെവലിലാണ്. പക്ഷേ പുള്ളിക്കാരൻ വളരെ ഇന്നസെൻ്റ് ആയിരുന്നു. നമുക്ക് കണ്ടാൽ അറിയാം അവിടെ ഒരു ഗെയിം പ്ലാനോ അല്ലെങ്കിൽ വേറെ ഒന്നും കാണിക്കാനില്ല. എനിവേ സൂപ്പർ ആയിരുന്നു പുള്ളിക്കാരൻ്റെ പെർഫോമൻസുകളായാലും കാര്യങ്ങൾ ജെനുവിനായിട്ട് നിന്നു. ഒന്നും കൂടുതലൊന്നും പറയാനില്ല. ജെനുവിനായിട്ട് അവിടെ അഭിഷേക് എന്തായിരുന്നോ ആ അഭിഷേക് തന്നെയായിരുന്നു അവിടെ വന്ന് നിന്നതും. വേറെ ഒന്നും അഭിഷേകിനെ കുറിച്ച് പറയാനായിട്ട് ഒരു പോസിറ്റീവ് നെഗറ്റീവ് അവിടെ ആർക്കും അഭിഷേകിന് അഗെയിൻസ്റ്റ് ആയിട്ട് പറയാനില്ല. അഭിഷേക് അങ്ങനെ ചെയ്തെന്നോ ഇങ്ങനെ ചെയ്തോ അവിടെ ആർക്കും ഒന്നും പറയാനില്ല. അഭിഷേക് വന്നു, 2 ആഴ്ച നിന്നു, ഓക്കെ, തീർന്നു, ഫൈൻ, തീർന്നു, അവിടെ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണത് പോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.